എന്താണ് വാല്യൂ ഓഫ് I raised to 21? Hasna Najibe, I raised to 21. I raised to 21 adra. I raised to 16 plus 4. 1 plus I raised to 1 അല്ലേ? I raised to 21 1 ആണ്. എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ. I raised to 20 24ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ 21 ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. I raised to 21. അപ്പൊ 1ന്റെ I raised to 1ന്റെ I ആണ് ആൻസർ. ശരി. വേറെ ഉണ്ടോ? അപ്പൊ അപ്പൊ ആൻസർ ആൻസർ തന്നെ അറിയില്ല. അത് പറയണ്ടേ, ഉറപ്പിച്ച് പറയേണ്ട ആള് ഹസ്നയാണ്. ആൻസർ. ശരി. ആദ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, വേറെ വഴിക്കൊക്കെ ആയിരുന്നു പോയത്. ഏതാണ്ട് പ്ലസ് ഒക്കെ ഞാൻ കേട്ടായിരുന്നു അവിടേക്ക്. ശരി. I raised to 21 equal to I ആണ്. I raised to 21 I ആണ്. Then 2 plus I minus 3 plus I. 2 plus I minus 3 plus I. അതെന്ത് വരും ഭീമ? ഭീമാക്ക് ബഷീർ. ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. 2 plus I minus 3 plus I. ബോർഡ് ക്ലിയർ ആവുന്നു. കാണാൻ പാടില്ലേ? ഗൗരി ബോർഡ് കാണാൻ പാടില്ലേ? അത് ഭീമയുടെ കുഴപ്പ. ഭീമ ഇവിടുത്തെ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ പ്രശ്നമില്ല. ഞാൻ എന്നാ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 2 plus I minus 3 plus I. ആൻസർ പറഞ്ഞു. 2 plus I minus 3 plus I. 2 plus I minus ബ്രാക്കറ്റിൽ 3 plus I. പെട്ടെന്ന് വേണം സമയങ്ങളല്ലേ. എന്താ ഹന്നന്റെ ആൻസർ? -1 plus 0i. -1 plus 0. -1 plus 0i. ഓക്കെ, -1 plus 0i ആണ്. ഇത് ചെയ്യാൻ ഒരു സെക്കൻഡ് മതിയല്ലോ ഭീമ. ഇത്ര നേരം എടുക്കണോ? അടുത്ത റൂട്ട് ഓഫ് -81. റൂട്ട് ഓഫ് -81. സന? Root of 81 into -1. ഫൈനൽ ആൻസർ? 81 9. Root of 9. Root of -8. റൂട്ട് ഓഫ് -81 എത്രയാണ്? നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എത്രയാണ്? Root of 81 into root of -1. എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. Equal to 8i വരും. അല്ല 9i വരും. 9i. 9i മാത്രമേ ഉള്ളോ? 9i 9i ഉള്ളൂ. 9i ഉള്ളൂ. എന്താ സൻഷാദന്റെ ആൻസർ? പ്ലസ് ഓർ മൈനസ് 9i ആണോ? പ്ലസ് ഓർ മൈനസ് 9i. പ്ലസ് 9i അല്ലെങ്കിൽ -9i വരും. പ്ലസ് ഓർ -9i. ഇതൊക്കെ നോക്കാൻ എന്നെ ബുദ്ധിമുട്ടിൽ നോക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് മതിയല്ലോ. നമ്മൾ അത്രയും സമയം എടുത്താണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് വളരെ സാവകാശപ്പെടുകയാണ്. അതൊന്ന് വീട്ടിൽ നോക്കാനായിട്ട് ഒരു 15 മിനിറ്റ് മതി ഒന്ന് മറിച്ച് നോക്കാനായിട്ട്. ബുക്ക് എടുത്തോ.
എടുത്തോളുക. നമ്മളിപ്പോ നിർത്തിയേക്കണ ലാസ്റ്റ് ഇതിനകത്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പറിനകത്താണ് നിർത്തിയേക്കണത്. അടുത്തൊരു ചെറിയ ഹെഡിങ് കൊടുത്തോളുക, മോഡുലസ്, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. MODULUS, modulus of a complex number. Modulus of a complex number. Modulus of a complex number. Sir, എന്തോ എന്തായിരുന്നു എഴുതിയത്? റൂട്ട് -5 കഴിഞ്ഞ 20, റൂട്ട് -25 കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? അത്രം വരെയല്ലേ നമ്മൾ ഇന്നലെ എഴുതിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഴുതിയോ? ഇന്നലെയോ? അല്ല, ഞാൻ ഇപ്പഴാ കേറിയത്, അതുകൊണ്ട് എന്തെങ്കിലും എഴുതിയോന്ന് അറിയാൻ ഇല്ലില്ല പറ്റുമോ? ഇല്ലില്ല ഇല്ലില്ല. Modulus of a complex number. Modulus of a complex number. Modulus of a complex number. Okay. കഴിഞ്ഞിട്ട് എഴുതാട്ടോ. കോംപ്ലക്സ് നമ്പർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z equal to 3 plus 4i. Z equal to 3 plus 4i. Then മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. നമ്മൾ സാധാരണ മോഡുലസ്, സാധാരണ നമ്പറിന്റെ ഒക്കെ മോഡുലസ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്? മോഡുലസ് ഓഫ് 5 എന്ന് നിങ്ങൾ എങ്ങനെ എഴുതാറ്? മോഡുലസ് ഓഫ് 5 സിമ്പിൾ കൊടുത്ത് എഴുതുന്നത് എങ്ങനെയാ? എങ്ങനെയാ മാഹിനെ? മോഡുലസ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ബ്രാക്കറ്റിലല്ലോ. മോഡുലസ് എങ്ങനെയാ? ബ്രാക്കറ്റ് അല്ല. എന്തോ ബ്രാക്കറ്റ് അല്ലല്ലോടാ, പകരം വേറൊരു കാര്യമല്ലേ നമ്മൾ ഇടുന്നത്. അതെന്താന്ന് ഞാൻ ചോദിച്ചത്. മോഡുലസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടണം ഞാൻ? രണ്ട് പറഞ്ഞോ. രണ്ട് സൈഡില് രണ്ട് സൈഡിലും എനിക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാട്ടെ. എന്താ ഇഷ മോഡുലസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണേ? രണ്ട് ലൈൻ രണ്ട് സൈഡില് നടുക്ക് നമ്പർ എഴുതാം. ശരി, രണ്ട് വര വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ എഴുതും അല്ലെ. മോഡ് ഇസഡ്, മോഡ് ഇസഡ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെയാണ്. മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ മോഡ് ഇസഡ്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, മോഡ് ഇസഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ റിയൽ പാർട്ടിന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 4i അല്ല കേട്ടോ, 4i അല്ല. ഇമാജിനറി പാർട്ട് വന്നിരിക്കുന്നത് ഇവിടെ 4 ആണ്. 4 സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഐ എടുക്കില്ല, ഞാൻ പ്രത്യേകം പറയുന്നു. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ടിന്റെ സ്ക്വയർ കാണുക, ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ കാണുക, രണ്ടും കൂടെയും ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി. ഇതെന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, റൂട്ട് 25 എന്ന് വരും. റൂട്ട് 25 ഈക്വൽ ടു 5. ഇവിടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുക്കില്ല കേട്ടോ. ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കില്ല. ശരിക്കും മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ലെങ്ത്. മോഡുലസിന്റെ മീനിങ് ഒറിജിനിൽ നിന്നും ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ലെങ്ത് ആണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് മാത്രം എടുക്കുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ നമ്പറിന്റെ കേസിൽ പഠിച്ചേക്കണ പോലെ തന്നെ നമ്പർ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ മോഡുലസ്. ഇവിടെയും അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പറിന്റെ കേസിനകത്തും റൂട്ട് വരും. റൂട്ടിനകത്ത് പ്ലസ് ഓർ മൈനസ് കൊടുത്ത് എഴുതരുത്. മോഡുലസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഒരു ഡിസ്റ്റൻസ് ആണ് മോഡുലസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ
മോഡുലസ് ഓഫ് ഇസഡ്. മോഡുലസ് ഓഫ് ഇസഡ് എന്തായിരിക്കും? ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് എന്ത് വരും? ഇതൊരു അർഷാദെ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ദെൻ മോഡുലസ് റൂട്ട് ഓഫ് A square plus B square. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിരിക്കും കേട്ടോ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിക്കും ഈ 3+4i, ഈ 3+4i എന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. 3+4i എന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കോംപ്ലക്സ് നമ്പറിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 3+4iക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് റിയൽ പാർട്ട് 3, ഇമാജിനറി പാർട്ട് 4. 3, 4 എന്ന പോയിന്റ് ആണ്. 3, 4 അതായത് എക്സ് ആക്സിസിലേക്ക് 3 ഡിസ്റ്റൻസ് 1, 2, 3. വൈ ആക്സിസിൽ 4, 1, 2, 3, 4. 3, 4 കേട്ടോ. ഈ 3, 4 എന്ന പോയിന്റ് ആണ് ഈ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്, എല്ലാ കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഗ്രാഫിലൂടെ വരയ്ക്കാം. ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ പടമൊന്നും അല്ല കേട്ടോ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് മാത്രമാണ്. പറഞ്ഞ മനസ്സിലായോ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഗ്രാഫ് ഒരേ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് കിട്ടും. അപ്പൊ എല്ലാ കോംപ്ലക്സ് നമ്പറിനും വേറെ വേറെ ഗ്രാഫ് ആയിരിക്കും. ഏത് കോംപ്ലക്സ് നമ്പർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് കിട്ടും. റിയൽ പാർട്ട് എക്സ് ആയിട്ടും ഇമാജിനറി പാർട്ട് വൈ ആയിട്ടും എടുത്ത് പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് ആണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ശരിക്കും മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ്, ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡുലസ് ഓഫ് ഇസഡ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഔട്ട്. ഇത് താഴത്തേക്ക് വരച്ചു കഴിഞ്ഞാലേ ഇവിടെയാണ് 3, 4 അല്ലെങ്കിൽ 3+4i എന്ന കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ ഇതാണ്. ഞാൻ ഇങ്ങനെ താഴത്തേക്ക് ഡോട്ടഡ് ലൈൻ വരച്ചാൽ ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചേക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയില്ലേ? താഴത്തേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ചാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി വരും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവും. ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എത്ര യൂണിറ്റാ? 4 ആണ്. വൈയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത് വൈയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡോട്ടഡ് ലൈൻ കൊടുത്തത് ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. താഴത്തെ എക്സിലെ ഡിസ്റ്റൻസ് 1, 2, 3 യൂണിറ്റ് ആണ്. പിന്നെ മോഡുലസ് ഓഫ് ഇസഡ് എന്ത് വരും? പൈതഗോറസ് തിയറം അനുസരിച്ച് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടോ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ ഗ്രാഫിക്കലി വരയ്ക്കാം, അത് ഉപയോഗിച്ചുകൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നിലവിലുള്ള ഫോക്കസ് ഏരിയക്കകത്ത് അതില്ല. ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിനെ ഹലോ ചെക്ക മക്കളെ. ഓക്കെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതൊന്ന് പരിഹരിക്കട്ടെ കേട്ടോ. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്തോ, ഞാൻ അതൊന്നുകൂടെ പറയാം. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഹെഡിങ് കൊടുത്ത് വെച്ചിട്ടില്ലേ? താഴെ എഴുതുക. ഫോർ ദി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. For the complex number z equal to a plus ib. For the complex number z equal to a plus ib.
its modulus is denoted by its modulus is denoted by സിമ്പിൾ എഴുതാട്ടോ. ആ രണ്ട് വരയ്ക്കുള്ളിൽ ഇസഡ്. ഇറ്റ്സ് മോഡുലസ് ഈസ് ഡിനോട്ടഡ് ബൈ രണ്ട് വരയുടെ ഉള്ളില് ഇസഡ് മാർക്ക് ചെയ്യുക. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് mod z equal to root of a square plus b square. And is defined as mod z equal to root of a square plus b square. Mod z equal to root of a square plus b square. എഴുതിയോ താഴെ? that is mod z equal to root of ആ എക്ക് പകരം റിയൽ പാർട്ട് എന്നാക്കാം കേട്ടോ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റൂട്ട് അത്രയും നീളം വേണം കേട്ടോ. റൂട്ടിന് അത്രയും ലെങ്ത് വേണം. അത്രയും കംപ്ലീറ്റ് റൂട്ടിന്റെ അകത്താണ് കേട്ടോ. റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. എക്സാമ്പിൾ ഇസ് ഈക്വൽ ടു 3 plus 4i. എന്റെ മോഡുലസ് കണ്ടുപിടിച്ച്. എക്സാമ്പിൾ ഇസ് ഈക്വൽ ടു 3 plus 4i. Example is equal to 3 plus 4i. Mod is equal to root of 3 square plus 4 square. Mod is equal to root of 3 square plus 4 square equal to root 25 equal to 5. Equal to root 25 equal to 5. എഴുതിയോ നജീബേ? ശരി, ബോർഡ് കിട്ടിയില്ലേ ഇപ്പൊ? ശരി. എക്സാമ്പിൾ ടു നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. എക്സാമ്പിൾ 2 is equal to 5 minus 3i. Is equal to 5 minus 3i. മോഡ് ഇസ് എത്രയാന്ന് കണ്ടുപിടിച്ചു കൊടുക്കുക. മോഡ് ഇസ് ഈക്വൽ ടു 5 minus 3i. അതിന്റെ മോഡുലസ് എന്ത് വരും? ഇനി അതിന്റെ മോഡുലസ് 5 square plus minus 3 square ആണോ? മൈനസ് 3 സ്ക്വയർ. ഇമാജിനറി പാർട്ട് മൈനസ് 3 അല്ലേ? ഐയുടെ കൂടെ വന്നിരിക്കുന്നത് മൈനസ് 3 അല്ലേ? അപ്പൊ മൈനസ് 3യുടെ സ്ക്വയർ ആണ് കേട്ടോ. 5 square പ്ലസ് മൈനസ് 3യുടെ സ്ക്വയർ. കഴിഞ്ഞോ? ഇവന്റെ ഒരു സാധനം പറഞ്ഞിട്ടില്ലല്ലോ. റൂട്ട് ഓഫ് 5 square പ്ലസ് മൈനസ് 3 square ഈക്വൽ ടു റൂട്ട് 25 പ്ലസ് 9 റൂട്ട് 34. കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ കിടന്നാൽ മതി കേട്ടോ. കൃത്യമായിട്ട് അറിയാവുന്ന ഞാൻ ഇട്ടെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കിടന്നാൽ മതി. റൂട്ട് 34 ആണ് മോഡുലസ്. ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇസ് ഈക്വൽ ടു -2 minus 3i. Is equal to -2 minus 3i. -2 minus 3i. എന്ത് വരും ഇതിന്റെ മോഡുലസ് ഫാത്തിമ? root
2 square plus റൂട്ട് 2 square plus ഇവിടെ റിയൽ പാർട്ട് 2 4 ആണോ? 4 sorry real part 2 minus ആണോ? 2 minus 2 -2 റിയൽ പാർട്ട്. ah അപ്പൊ -2 സ്ക്വയർ. 4 ആ ശരി, അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് 3 ഇമാജിനറി പാർട്ട് 3 ആണോ? -3 square -3 സ്ക്വയർ. സ്ക്വയർ എടുക്കുമ്പോൾ രണ്ടും ഒന്നാണ് കേട്ടോ. സ്ക്വയർ എടുക്കുമ്പോൾ രണ്ടും ഒന്നാണ്. എന്നാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആണ്. റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ട് ഇവിടെ -2 ആണ്, ഇമാജിനറി പാർട്ട് -3 ആണ്. റൂട്ട് ഓഫ് 4 പ്ലസ് 9 റൂട്ട് 13. താഴെ എഴുതി വെച്ചേ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ മീൻസ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു, modulus of a complex number is equal to, modulus of a complex number is equal to distance from, is equal to the distance from origin to the particular complex number. Modulus of a complex number is equal to distance from origin to that particular complex number. മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് ആ കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് പർട്ടിക്കുലർ കോംപ്ലക്സ് നമ്പർ. അടുത്തത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അടുത്ത ഹെഡിങ് കേട്ടോ, conjugate of a complex number. Conjugate of a complex number. Conjugate of a complex number. ഞാൻ പറയാൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ, പറഞ്ഞു തരാം, അതിനുശേഷം എഴുതാം. ഇതുപോലെ ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ്, അതിന്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് ബാർ. മുകളിൽ ഒരു വര വരയ്ക്കും കേട്ടോ, മുകളില് ഒരു വര വരയ്ക്കും. ഇസഡ് കോൺജുഗേറ്റ് എന്നാണ് റീഡ് ചെയ്യേണ്ടത്. ഇസഡ് കോൺജുഗേറ്റ്, ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ്, അതിന്റെ കോൺജുഗേറ്റ്. ഇപ്പൊ നമ്മൾ മോഡുലസിനെ 2 വരയുടെ ഉള്ളിലാക്കുമെന്ന് പറഞ്ഞില്ലേ, 2 വരയുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡ് ഇസഡ് എന്ന് റീഡ് ചെയ്യും. അതുപോലെ ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡിന്റെ മുകളിൽ ഒരു വര വരയ്ക്കുന്നതാണ് ഇസഡ് ബാർ. അതിനാണ് ഇസഡ് കോൺജുഗേറ്റ് എന്ന് റീഡ് ചെയ്യുന്നത്. ഇനി ഇസഡ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാൽ മതി. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക. നിലവിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. റിയൽ പാർട്ട് അനക്കരുത്, റിയൽ പാർട്ട് സെയിം ആയിരിക്കും. ഒരു നമ്പറിനും അതിന്റെ കോൺജുഗേറ്റിനും റിയൽ പാർട്ട് സെയിം ആയിരിക്കും. ഇമാജിനറി പാർട്ടിന്റെ സൈൻ നേരെ മാറും. ഞാൻ കാണിച്ചു തരാം. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ, ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ. റിയൽ പാർട്ടിന് ഒരു കുഴപ്പമില്ല കേട്ടോ, റിയൽ പാർട്ട് അതുപോലെ തന്നെ കിട്ടും. ഇവിടെ പ്ലസ് ഐ ബി അല്ലേ, അപ്പോൾ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. റിയൽ പാർട്ടിന് ഒന്നും ചെയ്യില്ല. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റി കഴിയുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിളുകൾ എഴുതാം. Z1 2 + 3i ആണെന്ന് വിചാരിച്ചോ. Z1 2 + 3i. അപ്പോൾ Z1ന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? Z1ന്റെ കോൺജുഗേറ്റ് ഭീമ 2 - 3i. 2 - 3i. 2 + 3iയുടെ കോൺജുഗേറ്റ് 2 - 3i. Z3 ഈക്വൽ ടു -5 - 2i. Z3യുടെ കോൺജുഗേറ്റ് എന്തായിരിക്കും? സന? -5 - 2i. +2i ആണോ?
കേട്ടില്ല മോളെ, ഒന്നും പറഞ്ഞേ. -5 + 2y ആണോ? -5 + 2y കേട്ടോ. -5 + 2y ആണ്. റിയൽ പാർട്ട് എന്താണോ കിടക്കുന്നത് അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടിന്റെ നേരെ സൈൻ മാറ്റും. Z4 ഈക്വൽ ടു 2i + 6. Z4ന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും അക്മലെ? Z4ന്റെ കോൺജുഗേറ്റ് 2i - 6. 2i -6. അല്ലടാ, 2i - 6 അല്ല. അപ്പൊ നീ റിയൽ പാർട്ടിന്റെ സൈൻ അല്ലേ മാറ്റിയത്? ഓക്കെ -2i -2i + 6. -2i + 6 കേട്ടോ. ക്വസ്റ്റിനകത്ത് സാധാരണ രീതിയിൽ ഇമാജിനറി പാർട്ട് രണ്ടാമതായിരിക്കും. അങ്ങനെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇമാജിനറി പാർട്ട് ആദ്യമൊക്കെ ഇടാം. ഇമാജിനറി പാർട്ട് ആദ്യമൊക്കെ വേണം. നമുക്ക് ഇമാജിനറി പാർട്ടിന്റെ സൈൻ ആണ് മാറ്റേണ്ടത്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റണം. Then Z5 equal to I. Z5ന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ആരോണേ Z5ന്റെ കോൺജുഗേറ്റ്? സാർ -i. I ആണെങ്കിൽ -i ആയിരിക്കും. റിയൽ പാർട്ട് അത് തന്നെ കേട്ടോ. റിയൽ പാർട്ട് അത് തന്നെയായിരിക്കും. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റും. ഇമാജിനറി പാർട്ടിന്റെ മാത്രം സൈൻ മാറ്റി കിട്ടുന്ന ആ നമ്പറിന് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഹെഡിങ് എഴുതിയിട്ടുണ്ടല്ലോ, താഴെ എഴുതിക്കോട്ടോ. ദ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് ഈക്വൽ ടു a + ib. The conjugate of a complex number z equal to a + ib. The conjugate of a complex number z equal to a + ib, denoted by conjugate of a complex number z equal to a + ib is denoted by z bar. Z ഇട്ടിട്ട് മുകളിൽ ഒരു വര. The conjugate of a complex number z equal to a + ib is denoted by z bar and is defined as z bar equal to a minus ib. ബോർഡിലുണ്ട്. and is defined as z bar equal to a minus ib. And is defined as z bar equal to a minus ib. That is the conjugate of a complex number. That is the conjugate of a complex number. The conjugate of a complex number is obtained by changing. That is the conjugate of a complex number is obtained by changing. Conjugate of a complex number is obtained by changing the sign of its imaginary part. Conjugate of a complex number is obtained by changing the sign of its imaginary part. SIGN sign it off. The sign of its imaginary part. Example നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എക്സാമ്പിൾ എല്ലാം എഴുതി വെക്കുക കേട്ടോ. ഓരോ കോംപ്ലക്സ് എഴുതുക, അതിന്റെ കോൺജുഗേറ്റ് നേരെ എഴുതി വെച്ചേക്കുക. കഴിഞ്ഞോ? നമ്മൾ രണ്ട് കാര്യങ്ങളാട്ടോ ഇന്ന് കാലത്ത് പറഞ്ഞത്. മോഡുലസ്, കോൺജുഗേറ്റ്. മോഡുലസും കോൺജുഗേറ്റും. മോഡുലസ് √(a² + b². കോൺജുഗേറ്റ് a minus ib കേട്ടോ. z equal to a + ib ആണെങ്കിൽ, അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √(a² + b² ആണ്.
കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് എ മൈനസ് ഐ ബി. കോഞ്ചുഗേറ്റ് കിട്ടാൻ വേണ്ടി ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാൽ മതി. അടുത്ത ഹെഡിങ് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചിരുന്നു കേട്ടോ. ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. Division of two complex numbers. ഒരു എക്സാമ്പിൾ കാണിച്ചു കേട്ടോ പിള്ളേരെ. ഒരു എക്സാമ്പിള് നമുക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിക്കോളൂ. 2 + i ഒന്നും എഴുതണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഒന്നും എഴുതണ്ട, കണ്ടിരുന്നാൽ മാത്രം മതി. 2 + i divided by 2 - i. 2 + i ഒരു കോംപ്ലക്സ് നമ്പർ. ആ കോംപ്ലക്സ് നമ്പറിനെ 2 - i കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പർ 2 + i നെ 2 - i കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്യാം കേട്ടോ, കണ്ടിരുന്നാൽ മതി. ദാറ്റ് ഈസ് 2 + i divided by 2 - i. ഡിവൈഡ് ചെയ്യാനുള്ള മാർഗം കേട്ടോ. ഡിവൈഡ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ്, ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് കോംപ്ലക്സ് നമ്പറിനകത്തുള്ള മെത്തേഡ് കേട്ടോ. അവിടെ മാത്രമേ നമുക്കൊരു മെത്തേഡ് വരുന്നുള്ളൂ. കൂട്ടാൻ നേരത്തെ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കൂട്ടി വെച്ചാൽ മതി. റിയൽ പാർട്ടുകൾ കൂട്ടി വയ്ക്കുന്നു, ഇമാജിനറി പാർട്ട് കൂട്ടി വയ്ക്കുന്നു. സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴോ വെറുതെ സബ്ട്രാക്ട് ചെയ്തു. റിയൽ പാർട്ടുകൾ നമ്മൾ ആ ബ്രാക്കറ്റ് ഒക്കെ കളഞ്ഞ് എഴുതിയിട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ കുറച്ച് വെച്ചു. കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടുക, കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുക. ഗുണിക്കാൻ പറഞ്ഞാൽ അത് തന്നെയാ. a + b × c + d. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i² വരും. i² -1 എന്ന് കൊടുക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനകത്തും പുതിയ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ വേരിയബിൾസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും. ഡിവിഷനകത്ത് മാത്രം ഈ ഒരു കാര്യം ഓർത്തിരിക്കണം കേട്ടോ. അത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറുവാണ് നേരം, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മാർഗം ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ്, ഡിനോമിനേറ്ററിന്റെ കേട്ടോ, ന്യൂമറേറ്റർ അല്ല, താഴത്തേതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഉള്ളൂ. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളുക, ഇവിടുത്തെ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് എന്താ എലിസബത്തെ? ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് 2 + i. 2 + i. അപ്പൊ 2 + i കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. 2 + i കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 2 + i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഒന്ന് പറഞ്ഞേ, മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ എന്ത് വരും? ന്യൂമറേറ്റർ എന്ത് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? മൂസിനെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ മൂസിനെ. 2 × 2 പ്ലസ് അത് എത്രയാടാ? 4 എന്ന് എഴുതാൻ പറ. 2 × 2 4 പ്ലസ് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ 2i. ശരി, 2i പ്ലസ് 0 അല്ല i × 2 2i. i × 2 2i. ശരി, i² പ്ലസ് i² അല്ലെ? 4 അതെ. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4, 2 × i 2i, i × 2 2i, i × i i². ശരി, താഴെ ഉണ്ടല്ലോ പിള്ളേരെ, ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുപോലെ മൾട്ടിപ്ലൈ കുഴപ്പമില്ല. താഴെ എപ്പോഴും a + b × a - b ഫോം ആയിരിക്കും ഡിനോമിനേറ്റർ.
ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ്, കാരണം നമ്മൾ ഒന്നിന്റെ കോഞ്ചുഗേറ്റൽ എടുക്കണേ, താഴത്തെ കോഞ്ചുഗേറ്റൽ എടുക്കണത്. താഴെ ഇപ്പൊ എ പ്ലസ് ബി എന്നാ കിടക്കണമെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എ മൈനസ് ബി എന്നാവും, ശരിയല്ലേ? താഴെ എ മൈനസ് ബി എന്നാ കിടക്കണമെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് എടുത്താൽ എ പ്ലസ് ബി എന്നാവും. അപ്പൊ താഴത്തെ ടേം ഒരെണ്ണം പോസിറ്റീവും സെയിം നമ്പേഴ്സ് ആയിരിക്കും, എയും ബിയും സെയിം ആയിരിക്കും, ഒരെണ്ണം നടുക്ക് പ്ലസും ഒരെണ്ണം നടുക്ക് മൈനസ് ആയിരിക്കും. അത് എപ്പോഴും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേ വരുള്ളൂ. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യണ പോലെ വേണമെങ്കിൽ ഇതുപോലെ 4 ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു ഫോർമുല അറിയാലോ, അത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ത് വരും ഗൗരി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി. എല്ലാം ഇപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഒന്നുകിൽ പ്ലസിന്റെ ടേം ആണ്, പ്ലസിന്റെ ടേം ആണ് ക്വസ്റ്റിനകത്ത് പ്ലസിന്റെ ടേം ആണെങ്കിൽ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ മൈനസിന്റെ ടേം വരും. ക്വസ്റ്റിനകത്ത് മൈനസിന്റെ ടേം ആണെങ്കിൽ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസിന്റെ ടേം വരും. അപ്പൊ ഡിനോമിനേറ്റർ എപ്പോഴും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആയിരിക്കും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറഞ്ഞു ഗൗരി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തോ ഇവിടെ 2 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. 2 സ്ക്വയർ 2 സ്ക്വയർ 4. എയുടെ സ്ഥാനത്ത് 2 ആണ്, മൈനസ് ഐ, ഇവിടെ ഐ ആണ് കേട്ടോ, ബിയുടെ സ്ഥാനത്ത് ഐ ആണ്, ഐ സ്ക്വയർ ഈക്വൽ ടു ന്യൂമറേറ്റർ 4, 2i-യും 2i-യും കൂട്ടിക്കഴിഞ്ഞാൽ 4i ആവും അല്ലേ? 4 പ്ലസ് 2i-യും 2i-യും കൂട്ടിക്കഴിഞ്ഞാൽ 4i പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 ആവും. താഴെ 4 മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 ആവും. അപ്പോൾ ഈക്വൽ ടു 4ഉം മൈനസ് 1ഉം 3 പ്ലസ് 4i ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് റിയൽ പാർട്ട് 3/5 പ്ലസ് ഇമാജിനറി പാർട്ട് 4/5i. 3/5 പ്ലസ് 4/5i എന്ന് വരും. ഇതാണ് കോംപ്ലക്സിന്റെ ഡിവിഷൻ. പറഞ്ഞു മനസ്സിലായോ? ചെയ്ത മനസ്സിലായോ? ഒരേ ഒരു കാര്യം മാത്രമേ ഓർത്തിരിക്കാനുള്ളൂ. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ എല്ലായ്പ്പോഴും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആയിരിക്കും, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും കേട്ടോ. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 ടൈം കട്ടായി പോകും, 2 ടൈം കട്ടായി പോകും. ഇവിടെ നോക്കിയാൽ സാധാരണ മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എഴുതണല്ലോ, അവിടെ എഴുതണല്ലോ കേട്ടോ. 2 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു പ്ലസ് ഐ 2i. അടുത്തതിനകത്ത് മൈനസ് ഐ ഇൻറ്റു 2 മൈനസ് 2i, മൈനസ് ഐ ഇൻറ്റു ഐ മൈനസ് ഐ സ്ക്വയർ എന്ന് വരും. ഇപ്പൊ ഇത് ഈ 2i-യും മൈനസ് 2i-യും കട്ടായി പോകും. നമുക്ക് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും കുറച്ച് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാമല്ലോ. അപ്പൊ താഴെ ഒരു കാര്യം എഴുതിയിട്ട് എക്സാമ്പിൾ എഴുതാം കേട്ടോ. വേറെ മെത്തേഡായിട്ട് എഴുതാനൊന്നുമില്ല. താഴെ ഒരു കാര്യം എഴുതുക. To divide a complex number by another complex number. To divide a complex number by another complex number, multiply both numerator and denominator. Multiply both numerator and denominator. Multiply both numerator and denominator with the conjugate of the denominator. Multiply both numerator and denominator with the conjugate of the denominator and simplify. Multiply both numerator and denominator with the conjugate of the denominator and simplify. അത്രയും ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തെഴുതണം. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ എന്തെങ്കിലും എഴുതിക്കൊള്ളുക. 2 + i/2 - i. 2 + i/2 - i.
ടു പ്ലസ് ഐ ബൈ ടു മൈനസ് ഐ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ, തന്നെ ചെയ്ത് നോക്കുക. ടു പ്ലസ് ഐ ബൈ ടു മൈനസ് ഐ. Example 2, 5 plus 6i by 3 plus 4i. 5 plus 6i by 3 plus 4i. കഴിഞ്ഞൊരു ചെയ്യുക കേട്ടോ. 5 plus 6i by 3 plus 4i. Five plus 6i by 3 plus 4i. Five plus 6i by 3 plus 4i. എന്ത് ചെയ്യണം ഇതിനെ അക്മലെ? ഡിനോമിനേറ്റർ 5 plus 6i into 4i by 3 plus 4i into 3 plus 3 minus 4i. 3 minus 4i. താഴെയും 3 minus 4i. ശരി, ചെയ്തോ. മുകളിലും താഴെയും 3 minus 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 3 plus 4iയുടെ കോൺജുഗേറ്റ് 3 minus 4i ആണ്. 3 plus 4iയുടെ കോൺജുഗേറ്റ് 3 minus 4i. 3 minus 4i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഏഞ്ചലെ? 15 plus 15 plus 20i 20i പ്ലസ് ആണോ എന്നൂടെ നോക്കി. അല്ലല്ല മൈനസ്. പിന്നെ പ്രശ്നം എഴുതിയാൽ ശരിയാവോ? ഇല്ല. 15 minus 20i പ്ലസ് 18i 18i minus 24i. 24i i square. ഇതെന്താന്ന് ഇങ്ങനെ പറയണത്? നിങ്ങൾ ഒരു പ്രാവശ്യം തെറ്റിച്ച കളയില് എങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. 24i square ഡിവൈഡഡ് ബൈ താഴെയോ 9 plus 9 plus 9 minus 4i. അല്ല 9 minus 12i. എന്ത് ചെയ്യണമെന്ന് ഒന്നുകൂടെ പറഞ്ഞു തന്നാൽ. 9 വിട്ടേരെ. 9 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു? 3 into 3. 3 സ്ക്വയർ എന്ന് എഴുതിയാ പോരെ? ആ അതാ എഞ്ചുലേ നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. 3 സ്ക്വയർ
minus മൈനസ് 12y. 3 into 4 I. മൊത്തം എക്സ്പാൻഡ് ചെയ്യണോ? Ah. എക്സ്പാൻഡ് ചെയ്യണ്ടെന്നേ. എക്സ്പാൻഡ് ചെയ്യാണ്ട് പറയാൻ മാർഗം ഞാൻ പറഞ്ഞു നടന്നല്ലോ. താഴെ എപ്പോഴും a plus b into a minus b ആയിരിക്കില്ലേ? എക്സ്പാൻഡ് ചെയ്യാതെ ആ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അത്ര എളുപ്പം കിട്ടും നമുക്ക്. താഴെ എപ്പോഴും a plus b into a minus b ആയിരിക്കും. അപ്പൊ a square minus b square ആണ് താഴെ. Okay. അപ്പൊ എന്ത് വരും? 4i square. 3 square minus 4i square. 4i whole square കേട്ടോ. 3 square minus 4i whole square equal to പറഞ്ഞോ 15 minus 20യും 18യും കൂട്ടി പറഞ്ഞേ. Minus 2i. minus 2i then minus 24 into i square എത്ര വരും? Minus 24 into i square. minus 24 i square അല്ലേ? അവസാനത്തെ ടൈം minus 24 തന്നെ. minus 24 തന്നെ. i സ്ക്വയറിന്റെ വാല്യൂ എത്രയാ? 1 ആണ്. 1 i സ്ക്വയർ 1 ആവുമ്പോൾ കുഴപ്പമില്ല. i സ്ക്വയർ 1 ആകുമ്പോൾ minus 24 into 1 equal to minus 24 വരും. ബാക്കി എല്ലാവരും സമ്മതിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങളെ ബാക്കി എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ആണോ പിള്ളേരെ? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ? വാല്യൂ ഓഫ് ഐ സ്ക്വയർ -1 ആണ്. ഐ സ്ക്വയർ ഈക്വൽ ടു -1. ഐ സ്ക്വയർ -1 ആകുമ്പോൾ -24 into -1 plus 24. -24 into -1 plus 24 ആകും. താഴെ 3 square 9 മൈനസ് എന്ത് വരും? 4i സ്ക്വയർ. 4i സ്ക്വയർ എത്രയാണ്? എത്ര എലിസബത്തെ? 4i സ്ക്വയർ minus 16. minus 16. 4ന്റെ സ്ക്വയർ 16 വരും. ഐയുടെ സ്ക്വയർ -1 വരും. -16. ഓക്കെ. 15 24 റിയൽ നമ്പർ കൂട്ടി എഴുതിയാൽ 39 വരും. 39 minus 2i divided by 25. 39 by 25 റിയൽ പാർട്ട് minus 2 by 25i imaginary part. ആൻസർ ഇതാണോ നോക്കുക കേട്ടോ. എന്തെങ്കിലും വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളുക. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പിനകത്ത് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ. എന്തോ എക്സാമ്പിൾ എടുക്കുവോ? ഏതാ ആദ്യത്തെയാ? ഇതില് ഫസ്റ്റത്തേല് a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഇത് കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാം. അത് അങ്ങനെ പറ്റില്ലെന്ന് ചോദിച്ചതാ. എന്തോ അത് ഇവിടെ കൊടുക്കാം. പക്ഷെ ജനറൽ ആയിട്ട് അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ല എന്നുള്ളൂ. ഇവിടെ അത് വരും. ചിലത് വരുന്നല്ലേ? അത് അപൂർവമായിട്ട് അങ്ങനെ വരുള്ളൂ കേട്ടോ. അപൂർവമായിട്ട് അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ പറയാണ്ടിരുന്നത്. നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ബാക്കി ഏത് വന്നാലും ആദ്യത്തെ സ്ക്വയർ കൊണ്ട് കളയും. അതുകൊണ്ട് ഞാൻ അവിടെ പറയാണ്ടിരുന്നത് കേട്ടോ. ഇത് നിങ്ങളെ വലിയ വിശ്വാസമുള്ള ആൾക്കാരല്ല. അടുത്ത ചെയ്തോ. അടുത്തത് 2 - i by 3 plus i തന്നെ ചെയ്യുക കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. 2 - i by 3 plus i. 2 - i by 3 plus i. Example 3. 2 - i by 3 plus i.
തന്നെ ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചോളൂ കേട്ടോ. Two minus I by 3 plus I. എന്ത് ചെയ്യണം ഗ്രേസേ? പറഞ്ഞു തന്നെ ഗ്രേസേ. 2 minus I into 3 minus I. 3 minus I, okay. 3 plus I into 3 minus I. ശരി, പറഞ്ഞോ. ന്യൂമറേറ്റർ എന്ത് വരും? 6 minus ആ 2I minus ആ 3I plus 1 square I square. പ്ലസ് I സ്ക്വയർ. താഴെ 3 square minus I square. 3 സ്ക്വയർ മൈനസ് I സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് 6 minus 5I. ഓക്കെ, 6 minus 5I minus 1 by 9 plus 1. ഓക്കെ, 9 minus minus 1, 9 plus 1. അപ്പൊ അടുത്ത് പറഞ്ഞോ. ആ ചെയ്തിട്ട് പറഞ്ഞോ. ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞു. 5 minus 5I 5 minus 5I by 10 equal to 5 by 10 minus 5I by 10. ഓക്കെ, അത് നമുക്ക് 5 ഉം 10 കട്ട് ചെയ്ത് എഴുതാം കേട്ടോ. 5 ഉം 10 കട്ട് 1/2 minus 1/2I. 1/2 minus 1/2I. ഓക്കെ, ഇനി ഞാൻ തൽക്കാലം ആ എക്സസൈസിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ എക്സസൈസിനകത്ത് 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഒന്നാമത്തെ എക്സസൈസിലെ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 11 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താ ചെയ്യാൻ പറഞ്ഞേക്കണം നോക്കി. 11 തൊട്ട് 13 വരെ എന്താ ചെയ്യണ്ടേ? എന്താ ഹസ്ന സുജീറെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഞാൻ ഇന്നലെ പറഞ്ഞതാട്ടോ, അതുകൊണ്ടാണ് വീണ്ടും പറയാൻ തരുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഇസഡ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? എന്താ ഹസ്ന? ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് സൗണ്ട് അത്ര ക്ലിയർ അല്ല മോളെ. 1 ഓക്കെ, 1/z കേട്ടോ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഇസഡ് ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ ഇസഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/z ആണ്. ഡിവിഷൻ ആണ് വരുന്നത് കേട്ടോ. 1/z ആണ്. അപ്പൊ ഇവിടെ കോംപ്ലക്സ് നമ്പർ 4 ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 - 3i അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/4
4 മൈനസ് 3, അതായത് 4 മൈനസ് 3i കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഇപ്പൊ പഠിച്ചല്ലോ. റെസിപ്രോക്കൽ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോറി, റെസിപ്രോക്കൽ അല്ല, കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, രണ്ടാമത്തെ നിങ്ങൾ തന്നെ ചെയ്തോളണം കേട്ടോ. ആദ്യം ചോദിച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 മൈനസ് 3i ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 11. Multiplicative inverse of 4 minus 3i is multiplicative inverse of 4 minus 3i is 1 by 4 minus 3i ആണ് കേട്ടോ. 1 by 4 minus 3i equal to മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് 1 by z ആണ്. ഇസഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 by z ആണ്. അപ്പോൾ ഇവിടെ 4 മൈനസ് 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 by 4 മൈനസ് 3i. ഡിവിഷൻ ആണ്. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്താ ഹന്ന ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട്? 4 മൈനസ് 3i എന്താ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 4 മൈനസ് 3i by 4 മൈനസ് 3i. 4 മൈനസ് 3i by 4 മൈനസ് 3i. 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 എന്ന് കിട്ടും ആൻസർ. അതെ, ആ ടെക്നിക്ക് എനിക്ക് മനസ്സിലായില്ലോ അവളെ. അതെന്ത് ടെക്നിക്ക് അത്? 1 by 4 മൈനസ് 3i കാണണം. 4 മൈനസ് 3i കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓക്കെ, 1 by 4 മൈനസ് 3i എന്ന് പറയുമ്പോൾ 1 by 4 മൈനസ് 3i ഇൻറ്റു 4 പ്ലസ് 3i by 4 പ്ലസ് 3i. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിൽ തന്നെ 1ഉം കോംപ്ലക്സ് നമ്പർ ആണേ. 1ഉം ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് 4 പ്ലസ് 3i. 4 പ്ലസ് 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. 4 പ്ലസ് 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മുകളിലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇവിടുത്തെ എളുപ്പതാ, മുകളിലൊന്നും ചെയ്യാനില്ല. 1 into എന്നല്ലേ? 1 into 4 പ്ലസ് 3i ആകുമ്പോൾ എന്ത് വരും? 4 പ്ലസ് 3i തന്നെ വരും. 4 പ്ലസ് 3i by 4 സ്ക്വയർ മൈനസ് 3i സ്ക്വയർ. 4 സ്ക്വയർ മൈനസ് 3iയുടെ സ്ക്വയർ. ശരി ശരി ശരി, ബാക്കി പറഞ്ഞോ. 4 plus 3i by 16 minus 9i square 3. 16 plus 9 is equal to 25. ഇത് എപ്പോഴും നടുക്ക് പ്ലസ് ആ വരും കേട്ടോ. 9i സ്ക്വയർ, i സ്ക്വയറിന്റെ വാല്യൂ എടുക്കുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. 4 plus 3i by 25. ഓക്കെ 25 എന്ന് വരും. 4 by 25 plus 3 by 25i. ഓക്കെ, 4 by 25 plus 3 by 25i വന്നു വരും. ആ താഴത്തെ എപ്പോഴും പോസിറ്റീവ് ആവും കേട്ടോ. i സ്ക്വയർ വരുമ്പോഴേ അത് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് മാറും. താഴെ ഒരിക്കലും നെഗറ്റീവ് വരില്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ആ ബി സ്ക്വയറിനകത്ത് ഒരു i സ്ക്വയർ വരും. അപ്പൊ അത് വീണ്ടും നെഗറ്റീവ് ആവും. അപ്പം നെഗറ്റീവിന്റെയും പ്ലസ് ആവും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. 12ഉം 13ഉം കംപ്ലീറ്റ് ചെയ്തേ. 12ഉം 13ഉം കംപ്ലീറ്റ് ചെയ്യുക. Question number 12, multiplicative inverse of root 5 plus 3i. Multiplicative inverse equal to 1 by root 5 plus 3i now. Equal to 1 by root 5 plus 3i
എന്ത് ചെയ്യും ആരോണേ? Sir, root 5 minus 3i by root 5 minus 3i. ശരി, √5 മൈനസ് 3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ എന്തോരൂടാ? root 5 minus 3i. ഓക്കെ, ഇൻറ്റു 1 ആയതുകൊണ്ട് അത് തന്നെ വരും. ഡിനോമിനേറ്ററോ? root 5 square minus 3i square. മൈനസ് 3i സ്ക്വയർ. ന്യൂമറേറ്റർ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ, ന്യൂമറേറ്റർ ഒന്നും ചെയ്യാനില്ല. √5 മൈനസ് 3i. ഡിനോമിനേറ്റർ √5ന്റെ സ്ക്വയർ 5 മൈനസ് 3iയുടെ സ്ക്വയർ 9i square. 9i സ്ക്വയർ. i സ്ക്വയർ എത്ര വരും? -1. -1. അപ്പൊ -9 ആവും. √5 മൈനസ് 3i ബൈ 14 equal to √5 by 14 minus 3 by 14i. വ്യത്യാസം ഉണ്ടാക്കളെ. ഇത് കിട്ടില്ല ഇറക്കും. ആൻസർ കിട്ടിയിരുന്ന കൈവയ്ക്ക് തന്നെ ചെയ്തോ കേട്ടോ. ഞാൻ ചെയ്ത് കഴിയുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്ന കൈവയ്ക്ക്. ഓക്കെ, ഗുഡ്. ശരി, അടുത്ത ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 13. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -i എന്ന് പറഞ്ഞാൽ 1/-i. 1/-i. ഇതെങ്ങനെ ചെയ്യും അമാൻ? അമാൻ, അമാൻ റെസ്പോൺസ് ഇല്ല. എന്ത് കിട്ടി ആയിഷ? Multiplicative inverse of -i. 1 എത്ര by വരും? 1 by -i. 1/-i. ഇനി എന്ത് ചെയ്യണം? മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? I into i. I by i. ഓക്കെ, i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? മൈനസ് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I by minus i square. -i സ്ക്വയർ. ശരി, അപ്പോൾ i by -1. -1 അല്ലേ? -1. അതായത് +1. അപ്പം i. ആൻസർ i. ഐഷ അവസാനം i. ഓക്കെ, i ആണ് ആൻസർ. ഞാൻ വേറൊരു മാർഗം ഇന്നലെ പഠിപ്പിച്ചായിരുന്നു കേട്ടോ. വേറൊരു മാർഗം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നല്ലോ. ഇതുപോലെ 1/i ഒക്കെ വന്നാൽ താഴെ i വന്നാൽ ചെയ്യാനായിട്ട് വേറൊരു മാർഗം പഠിച്ചിരുന്നല്ലോ. അങ്ങനെ ഇതായാലും മതിട്ടോ. ഇവിടെ മാത്രം അത് പറ്റുള്ളൂ. എന്തായിരുന്നു? -1. ഇതിപ്പോ നമുക്ക് കിട്ടിയില്ലോ. ഇപ്പൊ 1/-i വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വേറൊരു മാർഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർക്കണ്ടോ? ആർക്കെങ്കിലും പറയാമോ? -i. എങ്ങനെ കണ്ടുപിടിക്കാം? അല്ല,
പുറമൊക്കമുള്ള ഒരു കൂട്ടത്തെയാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിലോ മൈനസ് ഐ അല്ലേ? മൈനസ് ഐ. നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞാണ് പറഞ്ഞല്ലേ 1 - -i. 1 - -i അല്ല ഞാൻ മൈനസ് ഐ എന്ന് പറഞ്ഞത് 1 - i അല്ലേ പറഞ്ഞത്? സാറ് 1/i പറഞ്ഞത്. 1/i = -i അല്ലേ? അപ്പൊ ഒരു മൈനസോടെ അതൊരു മൈനസോടെ വരും, പ്ലസ് ആയിക്കോട്ടോ. 1/i ഇത് നമുക്ക് വേണമെങ്കിൽ -1/i എന്ന് എഴുതാന്നേ. ഈ മൈനസ് എവിടെ കിടന്നാലും കുഴപ്പമില്ല, മൈനസ് എവിടെ കിടന്നാലും കുഴപ്പമില്ല. അപ്പൊ -1/i -i ആണ്. അപ്പൊ -of -i പ്ലസ് i എന്ന് വരും. എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ച വേറെ രീതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് അതിന് ക്ലിക്കായില്ല. ഐഷ അത് തന്നെ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു. 1/i -i ആണ് കേട്ടോ. 1/i -i ശരി. അല്ലെങ്കിൽ ഈ 1-ന് പകരം മുകളിലത്തെ 1-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതാണ്. 1/-i ഈ ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സോറി, 1-ന് പകരം i⁴ എന്ന് കൊടുക്കാൻ പാടില്ലേ? 1-ന് പകരം i⁴ എന്ന് കൊടുത്താൽ താഴെ ഒരു -i മൈനസ് വരും. ഒരു ഐയും കട്ടായി പോയിട്ട് മുകളിൽ i³ വരും. i³ വാല്യൂ -i ആണ്. -of i³ വീണ്ടും -i, -of -i എന്ന് കിട്ടും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ ചെയ്താലും ഒരു ഉത്തരം കിട്ടും. എങ്ങനെ ചെയ്താലും ഒരു ഉത്തരം കിട്ടും. അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. എന്നാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 അത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, ഡിനോമിനേറ്ററിൽ കുറയ്ക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെയും ഡിവൈഡ് ചെയ്യാനുണ്ട് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ കുറച്ച് എഴുതണം. ആദ്യം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ കുറയ്ക്കുക. അങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്നിലധികം ഓപ്പറേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിന്. Evaluate the following expression in the form a plus ib. a plus ib ഫോമിൽ എഴുതണം. 3 plus i√5 into 3 minus i√5. 3 plus i√5, 3 minus i√5 by √3 plus √2i minus √3 minus i√2 equal to ന്യൂമറേറ്ററിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. തന്നെ ചെയ്ത് പൊക്കോളൂ കേട്ടോ. ന്യൂമറേറ്റർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ ഗൗരി. 9 minus 3 into 3, 9. Okay, 9 minus 3i√5 ആണ്. 3√5i. i ഒന്നുകിൽ അവസാനം ഇട്ടേക്കുക അല്ലെങ്കിൽ ആദ്യം ഇട്ടേക്കുക, ഇടയ്ക്ക് ഇടണ്ട. 3i√5 എന്ന് ഇടണ്ട കേട്ടോ. 3√5i അല്ലെങ്കിൽ i into 3√5. ഓക്കെ. പ്ലസ് 3√5i പ്ലസ് 3√5i മൈനസ് മൈനസ് 1√5 whole square. √5 whole square. മൈനസ് √5 into √5. ആ 5. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ആ ലാസ്റ്റ് ടൈം എനിക്ക് മനസ്സിലായില്ല. ബാക്കിയൊക്കെ ഞാൻ സമ്മതിച്ചു. ലാസ്റ്റ് i√5 into i√5. i√5 into i√5. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? 5i എന്നാണ്. i√5 into i√5. ആ മൈനസ് ഇവിടെ കൊടുത്തു. പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസും ആയപ്പോ മൈനസ്. ആ മൈനസ് ഇവിടെ മാർക്ക് ചെയ്തു. പ്ലസ് മൈനസ്, പ്ലസും മൈനസും മൈനസ്. ഓക്കെ, മൈനസ് ഞാൻ മാർക്ക് ചെയ്തു. i√5 into i√5 എങ്ങനെ എഴുതും? ഒന്നുകിൽ ആൻസർ പറയണം അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു.
ഐ റൂട്ട് 5 ഇൻറ്റു ഐ ഒരു സംഭവത്തിന്റെ അതുകൊണ്ട് 5 I അല്ല 5i അല്ല ഐ റൂട്ട് 5 ഇൻറ്റു ഐ റൂട്ട് 5. പറഞ്ഞോ ഐ റൂട്ട് 5 എന്താ കിട്ടിയില്ല. അല്ല ഇതെങ്ങനെ 5i എങ്ങനെയാണെന്ന് പറഞ്ഞു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 ഐ ആയി സോറി 5i റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 5i. പിന്നെ വേറെ അവിടെ ബാക്കിയുള്ളത് I ഇൻറ്റു I ആ പറഞ്ഞോ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 5i. പിന്നെ എന്താ ബാക്കിയുള്ളതെന്ന് പറഞ്ഞേ I ഇൻറ്റു I. അതെത്രയാ ഐ ഇൻറ്റു ഐ ഐ ഇൻറ്റു ഐനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എക്സ് ഇൻറ്റു എക്സ് എത്രയാ ഗൗരി 2x അല്ല x സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അപ്പൊ ഐ ഇൻറ്റു ഐ എന്താ I സ്ക്വയർ ഐ സ്ക്വയർ. പിന്നെ ഇത്ര നേരം ഐ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ഇൻറ്റു ഐ സ്ക്വയർ ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ് 5i സ്ക്വയർ ഐ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഡിവൈഡഡ് ബൈ താഴെ എന്തൊരു പറഞ്ഞേ സർ ഞാൻ ചെയ്തില്ല. സാർ ഒരു ഡൗട്ട്. ശരി സാർ ഡൗട്ട് ചോദിച്ചോ സാർ ആ ന്യൂമറേറ്റർ നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ച് എഴുതാൻ പറ്റില്ലേ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എഴുതാം കേട്ടോ. ഞാൻ രണ്ടോ ഐഡന്റിറ്റി ഉപയോഗിച്ച് എഴുതാം ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനത് ഒന്നാന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒന്നാന്നുള്ളതേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. ഐഡന്റിറ്റി ഉപയോഗിച്ച് എഴുതാം ഒരു കുഴപ്പമില്ല. 3 പ്ലസ് ഐ റൂട്ട് 5 3 മൈനസ് ഐ റൂട്ട് 5 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണത്. അങ്ങനെ എഴുതാം. സെയിം ആണെന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ വന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാണ്ടിരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങനെ എഴുതിയാലും ആൻസർ കിട്ടും. ഓക്കെ ഡിനോമിനേറ്റർ സർ റൂട്ട് 3 പ്ലസ് 2i ശരി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കാം. റൂട്ട് 3 ബ്രാക്കറ്റ് ഒക്കെ കളഞ്ഞ് റൂട്ട് 3 പ്ലസ് റൂട്ട് 2i മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 പ്ലസ് ഐ റൂട്ട് 2. ശരി ഐ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2i അല്ലേ? ശരി ഈക്വൽ ടു ന്യൂമറേറ്റർ സിംപ്ലിഫൈ എന്ത് വരും? ശരി ഞാൻ അടുത്ത ചോദിച്ചോളാം. ചെയ്തോളുക. ആരാ പറഞ്ഞെ? എലിസബത്തെ ചെയ്തില്ല സർ, ചെയ്തോണ്ടിരിക്കും. പെട്ടെന്നാവണം എലിസബത്തെ. എന്തുവരും തസ്കിന? ശരി ബാക്കി പറഞ്ഞ സന. സർ 9 മൈനസ് 3 റൂട്ട് 5 മൈനസ് 3 റൂട്ട് 5 പ്ലസ് 3 റൂട്ട് 5 0 ആവൂലേ? ഇത് രണ്ടെണ്ണേ പൊക്കോളും. മൈനസ് 3 റൂട്ട് 5iയും പ്ലസ് 3 റൂട്ട് 5iയോടെയും പോകും. മൈനസ് 3 റൂട്ട് 5iയും പ്ലസ് 3 റൂട്ട് 5iയോടെയും ക്യാൻസൽ ആയി പൊക്കോളും. ശരി ബാക്കി ആദ്യം 9 ഉണ്ട്. പിന്നെ അവസാനോ അത് പ്ലസ് 5 ആവും. പ്ലസ് 5 ആവും. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ഐ സ്ക്വയർ മൈനസ് 1 ആകുമ്പോൾ മൈനസും മൈനസും പ്ലസ് 5 ആവും. ശരി താഴെ ഇനി ഐനെയും റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും മാറ്റാം. ശരി റൂട്ട് 3 പ്ലസ് അല്ല റൂട്ട് 3 മൈനസ് റൂട്ട് 3 അത് പൊക്കോളൂല്ലേ? ആ റൂട്ട് 3 മൈനസ് റൂട്ട് 3 പൊക്കോളും. ബാക്കി
റൂട്ട് 2i പ്ലസ് റൂട്ട് 2i. അതെന്ത് വരും? റൂട്ട് 2 പ്ലസ് റൂട്ട് 2. റൂട്ട് 2 റൂട്ട് ആ ശരിയാ, 2 റൂട്ട് 2i. 2 റൂട്ട് 2 2 റൂട്ട് 2i കേട്ടോ, 2 റൂട്ട് 2i എന്ന് വരും. അപ്പൊ 9 പ്ലസ് 5 14 ബൈ 2 റൂട്ട് 2i 14 ബൈ 2 റൂട്ട് 2i എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഈ 14ഉം 2ഉം കട്ട് ചെയ്ത് വന്നേക്കാം. 14ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ബൈ റൂട്ട് 2i. റൂട്ട് 2i. ഈ i താഴെ വരാൻ പാടില്ല കേട്ടോ, i എപ്പോഴും മുകളിലേ വരാൻ പോളൂ. ഡിവിഷൻ ആയി നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ i താഴെ ഒരിക്കലും കിടക്കരുത്, i ഒരിക്കലും താഴെ വരരുത്. iനെ നമുക്ക് മുകളിലേക്ക് മാറ്റണം. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ലേ a പ്ലസ് ib ഫോമിൽ എഴുതണമെന്ന് അല്ലേ? a പ്ലസ് ib ഫോമിൽ എഴുതണം, i താഴെ കിടക്കരുത്. ഇവിടെ കോംപ്ലക്സിന്റെ ഡിവിഷൻ ആണ് ഇപ്പൊ വന്നേക്കണത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ആമിന? ആമിന എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ആണോ? ആ പല മാർഗം ഉണ്ട് ഇവിടെ. താഴെ റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ പല മാർഗങ്ങളും ഉണ്ട്. എന്നാലും വേണ്ട, നിങ്ങൾ സാധാരണ പഠിച്ചേക്കണം വെച്ചറിഞ്ഞാൽ മതി. കോഞ്ചേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തോ. എന്താ കോഞ്ചേറ്റ് ഇവിടെ? മൈനസ് റൂട്ട് 2i. മൈനസ് റൂട്ട് 2i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് റൂട്ട് 2i താഴെയും മൈനസ് റൂട്ട് 2i. താഴത്തെ കോഞ്ചുഗേറ്റ് താഴെ റൂട്ട് 2i ആണ്. വേണമെങ്കിൽ i കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താലും ശരിയാവും കേട്ടോ ഇവിടെ. കാരണം റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ശരിയാക്കാം. വേണ്ട, നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മൊത്തം പ്രശ്നമായി മാറും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. താഴത്തെ കോഞ്ചുഗേറ്റ് റൂട്ട് 2iയുടെ കോഞ്ചുഗേറ്റ് മൈനസ് റൂട്ട് 2i. മൈനസ് റൂട്ട് 2i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് റൂട്ട് 2i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 7 റൂട്ട് 2i ഇല്ലേ ബൈ മൈനസ് 2i സ്ക്വയർ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 മൈനസ് ഇവിടെ ഓൾറെഡി താഴെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ മൈനസ് 1 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 വരും. i ഇൻറ്റു i സ്ക്വയറും വരും. ശരി, മൈനസ് 7 റൂട്ട് 2i ബൈ 2. മൈനസ് 7 റൂട്ട് 2i ബൈ i സ്ക്വയർ മൈനസ് 1 മൈനസ് 1ഉം 2. ഓക്കെ, അപ്പൊ 0 മൈനസ് 7 റൂട്ട് 2 ബൈ 2i. നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ആമിന, ആ റൂട്ട് 2ഉം താഴത്തെ 2ഉം കട്ട് ചെയ്ത് കളയാം. അപ്പൊ 0 മൈനസ് 7 ബൈ റൂട്ട് വരും. മുകളിലത്തെ റൂട്ടും താഴത്തെ 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റൂട്ട് വരും i. 0 മൈനസ് 7 റൂട്ട് 2i 7 ബൈ റൂട്ട് 2i. കഴിഞ്ഞോക്കളെ, ഇതിന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളണം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറയാവോ? മൈനസ് 7 റൂട്ട് 2. ആ റൂട്ട് 2 താഴെ തന്നെ മനസ്സിലായില്ല. ഈ 2വിനെ താഴത്തെ 2വിനെ റൂട്ട് 2 ബൈ 2 അല്ലേ? അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റൂട്ട് 2 ബൈ താഴത്തെ 2വിനെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. ഓക്കെ സർ. ഒരു റൂട്ട് കട്ടായി പോയിട്ട് താഴെ റൂട്ട് വരും. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എടുക്കോ. എക്സ്പ്രസ്
2 minus I by 1 minus I into 1 plus 2I. Express 2 minus I by 1 minus I into 1 plus 2I in the form A plus IB. In the form A plus IB. Express 2 minus I by 1 minus I into 1 plus 2I in the form A plus IB. ഇതിന് A plus IB ഫോമിൽ എഴുതാൻ. ആദ്യം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഡിവിഷൻ നടത്തുക. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആയിരിക്കും കേട്ടോ. A plus IB ഫോമിൽ എഴുതുക. A plus സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോം ആണ്, കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് A plus IB. സിംപ്ലിഫൈ ചെയ്ത് A plus IB ഫോമിലാക്കുക. പറഞ്ഞ ചെയ്തേ. 2 minus I by 1 minus I into 1 plus 2I. Denominator പറഞ്ഞേ ഭീമ. പെട്ടെന്നാവട്ടെ ഭീമ. എന്തോ ചെയ്യണ്ടെന്നേ, അത് നോക്കിയിട്ടെങ്കിൽ പറഞ്ഞോ. അത് നോക്കിയെങ്കിൽ പറഞ്ഞോ. നിങ്ങൾ ചെയ്യണ്ട, അത് നോക്കിയെങ്കിൽ പറഞ്ഞാൽ മതി. താഴെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 1 into 1 minus 1 minus into 1 plus 2I. 3I plus 3. ഇതെന്താ ഭീമ പറഞ്ഞേ? പറഞ്ഞത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പറയുന്നേ. 2I plus 2I. 1 plus 2I minus 1I minus 2I square. 2I square. ശരി. സൻഷാദേ എന്തുവരും? സർ 2I I വെട്ടി I ആവും. minus 2I square. 1 plus I അടുത്തതാ minus 2I square. അതെത്രടാ? -2. അപ്പൊ +2 ആവും. +2 ആവൂല്ലേ? I square -1 അല്ലേ? ശരി, +2 ആവും. അപ്പൊ ഇതെന്തായി കിട്ടി? ഇപ്പൊ 2 minus I by 3 plus I. 3 plus I. ഓക്കെ, 2 minus I by 3 plus I എന്നായിട്ടോ. ഇനി ഡിവിഷൻ. ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്ന ഫോമിലായി. ന്യൂമറേറ്ററും സ്റ്റാൻഡേർഡ് ഫോമിലാണ്, ഡിനോമിനേറ്ററും സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഇപ്പൊ ഡിനോമിനേറ്ററുള്ള രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റി. ഇനി നമുക്ക് ഡിവിഷൻ നടത്തണം. ഡിനോമിനേറ്ററിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റി. അടുത്ത സ്റ്റെപ്പിനകത്ത് ഡിവിഷൻ നടത്താൻ വേണ്ടി എന്ത് ചെയ്യണം? എന്ത് ചെയ്യും ഹന്ന? ഹന്ന പെട്ടെന്ന് പറ. നിങ്ങൾ എന്തിനാ ഇതിന് മാത്രം സമയം എടുക്കണേ ആൻസർ ചെയ്യാനായിട്ട്? യമിൻ സർ
കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്റർ നോമിനേറ്റർ. പറഞ്ഞ കോൺജുഗേറ്റ് എന്താണ്? 3 മൈനസ് ഐ. താഴെയും 3 മൈനസ് ഐ. ശരി, മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. 6 മൈനസ് 2i മൈനസ് 3i പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ. താഴെ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ശരി, ഈക്വൽ ടു 6 മൈനസ് 5i മൈനസ് 1. ഓക്കെ. താഴെ ഡിവൈഡ് ബൈ 9 പ്ലസ് 1. ശരി, 9 മൈനസ് -1. അപ്പൊ എന്ത് വരും? 10. അല്ല, 5 മൈനസ് 5i മൈനസ് 10. ഓക്കെ. That is അപ്പൊ equal to 5 1 by 2 by minus 10 1 by 2i. Okay. 1 by 2 minus 1 by 2i എന്ന് വരും. 1 by 2 minus 1 by 2i. നിങ്ങൾ ഈ സാധനം വീട്ടിലിരുന്ന് ചെയ്ത് നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളിവിടെ നമ്മൾ ഇപ്പോൾ ഇരുന്ന് ചെയ്യണ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സാധനങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണം. വീട്ടിലിരുന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്തൂല കേട്ടോ. ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാം. ഡിവൈഡ് ചെയ്യാൻ എന്നാ വിഷമമുള്ള? ഒരു വിഷമമില്ല. ആ കോൺജുഗേറ്റ് കൊണ്ട് ആ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പണി കഴിഞ്ഞു. കോൺജുഗേറ്റ് എഴുതായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്യണതും ഡിവൈഡ് ചെയ്യണതും ആ താഴത്തെ ഫോർമുല എല്ലാം തെറ്റിച്ചു കളയും. നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ സാധനം വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. അല്ലാണ്ട് എന്നാ ചെയ്യണത് ചുമ്മാ കണ്ടാൽ മാത്രം പോരാ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് 1 plus I plus I square plus I raised to 4. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. 1 plus I plus I square plus I raised to 4. നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ഒക്കെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തിനൊക്കെ വാല്യൂ കൊടുക്കാൻ അറിയാം അതൊക്കെ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. 1 plus I plus I square plus I raised to 4. എന്ത് കിട്ടും മാഹിനെ? 1 plus റൂട്ട് -1 വേണ്ട, ഐ തന്നെ മതി കേട്ടോ. ഐക്ക് വേറെ √-1 വേണ്ട, ഐ മതി. പ്ലസ് ഐ സ്ക്വയറിന് എന്ത് കൊടുക്കണം? -1 പ്ലസ് 1 എന്ത് വരും? 2 പ്ലസ് 2 എവിടെ? ആദ്യത്തെ 1ഉം ലാസ്റ്റത്തെ ഐയും കൂട്ടി. ആദ്യത്തെ 1ഉം ലാസ്റ്റത്തെ 1ഉം പിന്നെ വേറൊരു 1 കൂടെ ഇല്ലേ അവിടെ? -1. അപ്പൊ എത്രയാവും? 1 plus 1 0. 1 plus 1 2 ആണ്. ഇവിടെ 3 1 ഇല്ലേ? 2 1 കൂട്ടാനും 1 1 കുറയ്ക്കാനും ഇല്ലേ? അപ്പൊ എത്ര വരും അവസാനം? 1 plus I. 1 plus I. ഈ -1ഉം +1ഉം പോകും. 1 plus I ആണ് കേട്ടോ അവസാനത്തെ ആൻസർ. 1 plus I. വേറെ ക്വസ്റ്റ്യൻ തരാം. ഇവാലുവേറ്റ് I raised to 21 plus I raised to 22 plus I raised to 23 plus I raised to 24. I raised to 21 plus I raised to 22 plus I raised to 23 plus I raised to 24.
എന്തെഴുതാം? i⁻21 പകരം ആദിൽ മുജീബേ i⁻21 പകരം എന്തെഴുതാം? ആദിൽ മുജീബ് കേൾക്കാൻ പാടില്ലടാ. ഹസ്ന നജീബേ i⁻21 i⁻20 എന്ന് കളയാൻ പാടില്ലേ? ബാക്കി i വരും. i⁻22 ഓളെ -1. ശരി, i² എന്നാവും കേട്ടോ. i² -1. i⁻23 ആവും -i. i³ ആവും -i. i⁻24 1 ഈക്വൽ ടു എന്ത് കിട്ടും? 0. നാലും ക്യാൻസൽ ആയി പോകും. ഈക്വൽ ടു 0 എന്ന് വരും. i⁻21 i ആണ്. i⁻22 i⁻20 അതിനകത്ത് പോയി. ബാക്കി i². i⁻23 i³ i⁻24 1 i³ -i i² -1 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പേജ് എടുക്കുക കേട്ടോ. അടുത്ത പേജ് ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. Chapter 6 Linear Inequalities. എന്തായിരിക്കും ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ? ഇൻഇക്വാളിറ്റി ഹെഡിങ് തന്നെ, ചാപ്റ്ററിന്റെ ഹെഡിങ് അതാണ്, ലീനിയർ ഇൻഇക്വാളിറ്റി. ലീനിയർ ഇൻഇക്വാളിറ്റി എന്താ? ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണേ. ഈക്വൽ അല്ല. ഈക്വൽ അല്ല. ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തൊക്കെ വരാം? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ലെസ് ദാൻ വരാം, ഗ്രേറ്റർ ദാൻ വരാം. പിന്നെ വേറെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഞാൻ സമ്മതിച്ചു കേട്ടോ. ലെസ് ദാൻ ഉണ്ട്, ലെസ് ദാൻ വരാം, ഗ്രേറ്റർ ദാൻ വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം. പിന്നെ കൃത്യമായിട്ട് അറിയാൻ പാടില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ഉണ്ട്. നോട്ട് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഇക്വാളിറ്റി ആയിരിക്കും. ഇക്വാളിറ്റി ആവണമെങ്കിലോ? ഇക്വാളിറ്റി ആവണമെങ്കിൽ ഏത് വന്നം? ഈക്വൽ ടു. ഈക്വൽ ടു വന്നം. ഇക്വാളിറ്റി ആവണമെങ്കിൽ ഈക്വൽ ടു വന്നം കേട്ടോ. ഇക്വാളിറ്റി ആവണമെങ്കിൽ ഈക്വൽ ടു വന്നം. ഈക്വൽ ടു വന്നാലാണ് ഇക്വാളിറ്റി ആവുള്ളൂ. ഈക്വൽ ടു സൈൻ കിട്ടിയാൽ മാത്രമാണ് ഇക്വാളിറ്റി ആവുകയുള്ളൂ. ഓക്കെ, ഇക്വാളിറ്റി ആവണമെങ്കിൽ ഈക്വൽ ടു സൈൻ മസ്റ്റ് ആണ്. ഈക്വൽ ടു സൈൻ മസ്റ്റ് ആണ്. ദെൻ ഇക്വാളിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരണം കേട്ടോ. ലെസ് ദാനോ, ഗ്രേറ്റർ ദാനോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവോ, അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം വന്നിരിക്കണം. ഏതെങ്കിലും ഒരു സാധനം വന്നിട്ട് നമുക്ക് ഇൻഇക്വാളിറ്റി എന്ന് പറയാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇൻഇക്വാളിറ്റിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇൻഇക്വാളിറ്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തൊക്കെ ഇൻഇക്വാളിറ്റി വരുന്ന 1-2 പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർക്കണ്ടോ എന്ന് എനിക്കറിയില്ല.
ഞാനേതായാലും ഓർക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, പിന്നീട് നമുക്കൊരു ചാപ്റ്റർ വരും, അന്നേരം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും നിലവിലത്തെ ഫോക്കസ് ഏരിയ അനുസരിച്ച് ഇതിന്റെ അവസാനത്തെ എക്സസൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കത് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അവസാനത്തെ ടോപ്പിക് ആകുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ആദ്യം മുതലുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് അവസാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തന്നാൽ മതി. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു തന്നെ. എക്സ് പ്ലസ് 2 എക്സ് ഈക്വൽ ടു മൈനസ് 2. എക്സ് ഈക്വൽ ടു മൈനസ് 2. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു മൈനസ് 2 ആണ്. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു മൈനസ് 2. എന്തുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു മൈനസ് 2 സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം? എക്സ് ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ഉള്ളത് മൈനസ് ആകും, ഇൻറ്റു ഉള്ളത് വരും. അപ്പൊ ഇവിടെ പ്ലസ് ആവേണ്ടത് മൈനസ് ആയി. അത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നാണ് ഫാത്തിമ പറഞ്ഞത്. ഒരു ഈക്വൽ ടുവിന്റെ അപ്പുറം കിടക്കണോണ്ടാണോ? ഈക്വൽ ടുന്റെ ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിനകത്ത് എക്സ് എന്താന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മൈനസ് 2 എന്ന് പറഞ്ഞു. ശരിയാണ്, എക്സ് ഈക്വൽ ടു മൈനസ് 2 കറക്റ്റ് ആണ്. ഞാൻ സമ്മതിച്ചു. ഫാത്തിമ ആദ്യം ഉത്തരം പറഞ്ഞത് ഇത് എക്സ് ഈ 2 മറുസൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ മൈനസ് 2 ആയി. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് 2 ആണ് സൊല്യൂഷൻ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു മൈനസ് 2. എന്തുകൊണ്ട് അത് സൊല്യൂഷൻ ആയി? ആൻസർ ഈക്വൽ ടുവിന്റെ അപ്പുറം കിടക്കണോണ്ടാണോ? അല്ല, എക്സിന് വാല്യൂ കൊടുത്താൽ 0 ആൻസർ കിട്ടുള്ളൂ. എക്സിന് മൈനസ് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ട്രൂ ആയിരിക്കും. എക്സിന് മൈനസ് 2 കൊടുത്താൽ ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. എക്സിന് മൈനസ് 2 കൊടുത്തേ, എക്സിന് ഇക്വേഷനിൽ മൈനസ് 2 കൊടുത്താൽ, എക്സിന് മൈനസ് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനസ് 2 പ്ലസ് 2. എക്സിന് മൈനസ് 2 കൊടുത്താൽ മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. എക്സിന് മൈനസ് 2 കൊടുത്താൽ മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ശരിയാകും. ഈ എക്സിന് മൈനസ് 2 അല്ലാതെ വേറെ എന്ത് വാല്യൂ കൊടുത്താലും, എക്സിന് മൈനസ് 2 അല്ലാതെ വേറെ എന്ത് വാല്യൂ കൊടുത്താലും ആ ഇക്വേഷൻ ശരിയാവില്ല. ശരിയാണോ? ഈ മൈനസ് 2 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ പറയാമോ ആ ഇക്വേഷൻ കറക്റ്റ് ആവുന്നേ? മൈനസ് 2 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇക്വേഷൻ കറക്റ്റ് ആവണം. മൈനസ് 2 അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ പറയാമോ? പെട്ടെന്ന് മറുപടി പറയാമക്കളെ. യെസ് ഓർ നോ? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ശരിയാവണം. ആ എക്സിന് മൈനസ് 2 എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് പറയാമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇല്ല, വേറെ ഒറ്റ വാല്യൂ ഇല്ല കേട്ടോ. ഈ ഇക്വേഷൻ ശരിയാകുന്ന, അതായത് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ കറക്റ്റ് ആകുന്ന വേറെ ഒരു വാല്യൂവും ഇല്ല. എക്സിന് മൈനസ് 2 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരേ ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുള്ളൂ, ഒറ്റ സൊല്യൂഷൻ. ഞാൻ ഇനി ആ ഈക്വൽ ടു മാറ്റിയിട്ട് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 മാറ്റിയിട്ട് ഞാൻ ലെസ് ദാൻ 0 മാറ്റി. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 0. ആ ഈക്വൽ ടു മാറ്റിയിട്ട് ഇൻഇക്വാളിറ്റിയിലേക്ക് വന്നു കേട്ടോ. ഇൻഇക്വാളിറ്റിയിലേക്ക് വന്നു. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞേ. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ആദ്യം നമ്മൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എടുത്തു. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എടുത്തപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 2 അതിന്റെ സൊല്യൂഷൻ ആണ്.
എക്സ് ഈക്വൽ ടു -2 അല്ലാതെ വേറെ അതിന് സൊല്യൂഷൻ ഇല്ല. വേറെ ഒറ്റ സൊല്യൂഷനും അതിന് ഇല്ല. ദെൻ ഞാൻ അതിനെ x+2 <0 എന്നാക്കി. x+2 <0 എന്നാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? നിങ്ങൾ മറ്റേത് സോൾവ് ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്തോ? ആദ്യം നിങ്ങൾ എങ്ങനെയാണോ സോൾവ് ചെയ്തത്, ഫാത്തിമ പറഞ്ഞല്ലോ ആദ്യം എങ്ങനെയാണ് ചെയ്തതെന്ന്, അപ്പുറത്തേക്ക് കൊണ്ടുവന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ സോൾവ് ചെയ്ത് പറഞ്ഞോ. -2 എന്ത് -2? എക്സിന്റെ വാല്യൂ -2 വരും. എക്സിന്റെ വാല്യൂ -2 വരും. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. എക്സിന് -2 എന്ന് കൊടുത്താൽ ഇവിടെ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞ് എക്സിന് -2 കൊടുത്താൽ പറഞ്ഞേ ഗൗരി. -2 -2 +2 എത്ര വരും? 0. <0. 0 <0. 0 0യേക്കാൾ താഴെയാണെന്ന്. അത് ശരിയാണോ? അല്ല. 0 0യേക്കാൾ താഴെയാണെന്ന്. അല്ലല്ലോ. അല്ല. 0 0യേക്കാൾ താഴെയല്ല കേട്ടോ, അത് തെറ്റാണ്. ഗ്രേറ്റർ ദാൻ -2 ആണോ? എന്തോ? ഗ്രേറ്റർ ദാൻ -2 ആണോ? ഗ്രേറ്റർ ദാൻ -2. ശരി, ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 0 കൊടുക്കണതിന് കുഴപ്പമില്ലല്ലോ. എക്സിന് -2നേക്കാൾ വലിയൊരു നമ്പർ അല്ലേ 0. 0 കൊടുത്തു നോക്കാം. 0 കൊടുത്താൽ 0 + 2 <0. 2 <0. 2 0യുടെ താഴെയാണ്. ശരിയാണോ? അല്ല. -x+2 ആണോ? മൈനസ് x less than -2. x less than -2. ഞാൻ താഴെ എഴുതാം. ഇവിടെ ഇപ്പൊ ഏതായാലും എഴുതി x+2 <0. നിങ്ങൾ എന്താ ഇത് എങ്ങനെ സോൾവ് ചെയ്തെന്ന് പറഞ്ഞു നോക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. x+2 = 0 എങ്ങനെയാ സോൾവ് ചെയ്തേ? ഫാത്തിമയ്ക്ക് അറിയാമല്ലോ എന്റെ മെത്തേഡ്. എന്താ ഫാത്തിമ എങ്ങനെയാ സോൾവ് ചെയ്തേ x+2 = 0? മറ്റേ -2 എങ്ങനെയാ കിട്ടിയെന്ന്? ഈക്വൽ ടു സൈനിന്റെ അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ഉള്ളത് മൈനസ് ആകും. പ്ലസ് ഉള്ളത് മൈനസ് ആവും. ശരി, ഈ -2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. x = -2. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞേ. ഇപ്പറേ x+2 ഇവിടെ ഈക്വൽ ടു ആയിരുന്നു. ഈക്വൽ ടു ആയതുകൊണ്ട് ഈ എക്സിനെ അവിടെ നിർത്തി, സമ്മതിച്ചു. ഈക്വൽ ടു അതുപോലെ എടുത്തു. 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ -2. ഇവിടെ അതുപോലെ തന്നെ എക്സിനെ അവിടെ നിർത്തി. ഇവിടെ ലെസ് ദാൻ ആണ്, അതുകൊണ്ട് ലെസ് ദാൻ കൊടുക്കുക. നിങ്ങൾ ഈക്വൽ ടു എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഈക്വൽ ടു ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇടയ്ക്ക് വന്നിരിക്കുന്ന സിമ്പല്. അപ്പൊ നമ്മൾ ഈക്വൽ ടു കൊടുത്തു. ഇവിടെ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആകുമ്പോൾ ലെസ് ദാൻ തന്നെ കൊടുത്തേക്കുക കേട്ടോ. ആ ഇൻഇക്വാലിറ്റി നമ്മൾ മാറ്റണ്ട. ഇൻഇക്വാലിറ്റി ആ സെയിം ഇൻഇക്വാലിറ്റി കൊടുത്തേക്കുക. എക്സ് ലെസ് ദാൻ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആകും. എക്സ് ലെസ് ദാൻ -2 എന്നാണ് വരുന്നത്. ശരിയാണെന്ന് നോക്കാം. -2ന്റെ താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വാല്യൂസ് പറഞ്ഞ -2ന്റെ താഴത്തേക്ക് -2ന്റെ താഴത്തേക്ക് ഒരു 2-3 വാല്യൂ പറഞ്ഞ ഇഷ. -3 -3 -4 -5 നമുക്ക് നോക്കാം. അവിടെ നമുക്ക് ഇവിടെ ഇക്വേഷൻ കൊടുത്തു നോക്കാം കേട്ടോ. ഈ ഇക്വേഷനകത്ത് -3 കൊടുത്താൽ -3 + 2 <0. ശരിയാണെന്ന് നോക്കിയേ. -3 + 2 എത്ര വരും? -3 + 2 -1. -1 <0. ശരിയാണോ? ശരിയാണ്. ഇനി -4 കൊടുത്താലോ? -4 + 2 <0. -4 + 2 എത്രയാണ്? -2 <0. ശരിയല്ലേ? -5 കൊടുത്താലോ? -5 + 2 <0. അതായത് -3 <0. അതും ശരിയാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആ ഈക്വൽ ടു ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഈക്വൽ ടു ചെയ്തതുപോലെ തന്നെ ചെയ്യുക. റൂൾസ് എല്ലാം സെയിം ആണ്. ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ആണെങ്കിൽ അവിടെ ലെസ് ദാൻ കിടന്നോട്ടെ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ കിടന്നോട്ടെ. തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബാക്കി കൂടുതൽ കാര്യങ്ങൾ വൈകിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. ഓക്കെ.